മർക്കോസ് 9:23. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഒന്നുകൂടെ വായിച്ച ശരിക്കും. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഏതൊക്കെ കാര്യങ്ങളാ? എല്ലാ കാര്യങ്ങളും. ഏതൊക്കെ കാര്യങ്ങളാ? എല്ലാ കാര്യങ്ങളും. എന്ത് സംഭവിക്കും? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ this is the key. Faith unlocks the blessings of God. Faith unlocks the power of God in your life. അപ്പോൾ നമ്മൾ നിസ്സഹായരായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നില്ല. ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത ആ വചനം നമുക്ക് അതിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റാത്തത് വിശ്വാസത്തിൻ്റെ അന്തരീക്ഷത്തിൽ അല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ അവിശ്വാസം എന്ന് പറഞ്ഞ ആ സൂക്കേട് എല്ലാവർക്കും ഉള്ളതാണ്. അവിശ്വാസമുള്ളത് നമുക്കറിയാം. യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഒട്ടിപ്പറ്റി നിന്ന ആ ശിഷ്യന്മാരുടെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഒന്ന് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 44 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് എന്നറിയാമോ അവിടെ സംഭവിച്ചത്? അവിടെ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനം ജനങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞ് ജനം വിശന്നിരുന്നപ്പോൾ യേശു ക്രിസ്തു അവിടെ ഒരു വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കുക. തുടങ്ങിയോ? അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിൽ നിന്നും ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതൊരു വിജന പ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കുവാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ധനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ? അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായി ഇരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 100ഉം 50ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. ആരാണ് അപ്പവും മീനും വിതരണം ചെയ്തത്? അപ്പോസ്തലന്മാര്. ആരാണ്? ശിഷ്യന്മാര് അല്ലേ? അപ്പൊ ആ അത്ഭുതം അവര് കണ്ടിരുന്നോ? കണ്ടു. അതുകൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റുമായിരുന്നോ? ശിഷ്യന്മാർക്ക് പറ്റുമായിരുന്നു. അത് കണ്ടതാ. 52-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. അപ്പോൾ കാറ്റ് ശമിച്ചു. അവർ ആശ്ചര്യഭരിതരായി, കാരണം അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. അവരല്ലേ വിതരണം ചെയ്തേ? ദൈവത്തിന്റെ വചനം പറയുന്നു, for they had not understood about the loaves because their heart was hardened. അപ്പോൾ അവര് വിതരണം ചെയ്ത ആൾക്കാർക്ക് പോലും ഇതിനെക്കുറിച്ച് ഗ്രഹിക്കാൻ പറ്റിയില്ല. എന്താണ് കാരണം? ഹൃദയകാഠിന്യം, ഹാർഡ്നെസ് ഓഫ് ഹാർട്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഐ എം ഷുവർ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആരൊക്കെ വിശ്വസിക്കും? നിങ്ങളുടെ ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു വ്യക്തിയും കാണുകയില്ല അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കാത്തത്, തീർച്ചയായിട്ടും. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് ആ ദൈവത്തിൻ്റെ കഴിവിനെ കുറിച്ചോ ആ ദൈവം നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നതിനെ കുറിച്ച് നമ്മൾക്ക് അറിവില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ശിഷ്യന്മാർക്ക് പോലും അവർക്ക് ദൈവം ആ അപ്പം വർദ്ധിപ്പിച്ചതിനെ കുറിച്ചുള്ള ഗ്രഹിക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഓഫ് ദി ഹാർഡ്നെസ് ഓഫ് ഹാർട്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്. നമ്മൾ ഹാർഡ്നെസ് ഓഫ് ഹാർട്ട്, നമ്മൾ ദൈവത്തെ യേശുവിനെ പൂർണ്ണമായിട്ട് സ്നേഹിച്ച് പൂർണ്ണമായിട്ട് വിശ്വസിക്കാതെ അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് അറിയുവാനോ അല്ലെങ്കിൽ ദൈവം നമ്മൾക്ക് ഇനി ചെയ്യുവാൻ ദൈവം വാഗ്ദാനം ചെയ്ത അല്ലെങ്കിൽ ദൈവം ഉറപ്പ് തന്നിരിക്കുന്ന ആ വചനത്തിൽ വിശ്വസിക്കുവാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. കാരണം എന്താണ്? നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ്, പിന്നെ നമ്മൾ ഒന്നും കൂടെ വായിച്ച് കേൾക്കണം. 1 പത്രോസ് 2-ാം അധ്യായം 7-ഉം 8-ഉം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഇപ്പോൾ ഈ ശ്രവിക്കുന്ന ജനം തന്നെ 2 തരത്തിൽ ശ്രവിക്കാം, 2 തരത്തിൽ ഈ വചനം സ്വീകരിക്കാം. ഒന്ന് വായിച്ചേ. 1 പത്രോസ് 2, 7-ഉം 8-ഉം.
വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എന്താണ്? അല്ലല്ലോ, അത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്കോ പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ആ മൂലക്കല്ല് പണിക്കാർ ഉപേക്ഷിച്ചത്. അപ്പോൾ പണിക്കാർ ഉപേക്ഷിച്ചതായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ആ കല്ല് കാണുമ്പോൾ, ബാക്കി വായിച്ചേ, അത് അവർക്ക് വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. എന്തെന്നാൽ വചനത്തെ ധിക്കരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടി വീഴുന്നു. വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ തട്ടി വീഴുന്നു. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ they stumble being disobedient to the word to which they also were appointed. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഏറ്റവും വലിയ പ്രശ്നക്കാരനാരാ? യേശു ക്രിസ്തുവാണ്. കാരണം ക്രിസ്ത്യാനി എന്ന് പറയുന്ന വ്യക്തിക്ക് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ യേശു തന്നെയാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആ ക്രിസ്ത്യ ജീവിതം നയിക്കുമ്പോൾ യേശു ക്രിസ്തു മാത്രം മതി എന്ന് പറയുന്നത് സ്വീകാര്യമല്ല. യേശു ക്രിസ്തു മാത്രം മതി എന്ന് പറയുന്നത് സ്വീകാര്യമല്ല. നമ്മൾ പാടുകയില്ലേ, നീ മാത്രം മതി എന്ന് പറയുന്നത് ഇടർച്ചയുടെ കല്ലായി വരികയാണ്, തട്ടി വീഴുന്ന കല്ലായി വരികയാണ്. കാരണം എങ്കിലും നമ്മൾ അവരെയൊക്കെ ഉപേക്ഷിച്ചാൽ പറ്റുമോ? എങ്കിലും യേശു ക്രിസ്തു ഇടർച്ചയുടെ കല്ലാണ്. ഇവിടെ വചനത്തിൽ പറഞ്ഞാണ് യേശു ക്രിസ്തുവാണ് പ്രശ്നക്കാരൻ. പ്രിയപ്പെട്ടവരെ, പല ഇടങ്ങളിലും യേശു ക്രിസ്തു ഏക രക്ഷകനാകുമെന്ന് പറയുമ്പോൾ ഇടർച്ചയാണ് ഉണ്ടാകുന്നത്, അല്ലേ? ഇടർച്ച. യേശു ഈസ് ദി ഓൺലി സേവിയർ എന്ന് പറയുന്നത് ഇടർച്ചയ്ക്ക് തന്നെ അവസരമുണ്ടാക്കുകയാണ്. കാരണം അതാണ്, അവർ വചനം ധിക്കരിക്കുകയാണ്. വചനത്തിൽ അപ്പോസ്തലപ്രവൃത്തി 4-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, there is no other name given by which man must be saved. ഒന്ന് വായിച്ചേ. പക്ഷെ അത് ഇടർച്ചയ്ക്കാണ് വരുന്നത്. എന്തുകൊണ്ട്? വചനത്തെ ധിക്കരിക്കുകയാണ്. ഒന്ന് വായിച്ചേ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുനാമം ഒഴികെ. പക്ഷെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഇടർച്ച. എന്താണ്? അവർ വചനത്തെ ധിക്കരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ വചനം അനുസരിക്കണം, വചനത്തിൽ വിശ്വസിക്കണം, എങ്കിൽ മാത്രം. കാരണം യേശു ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ എന്ന് വിശ്വസിക്കണം. അത് വിശ്വസിക്കാതെ അത് തർക്കിച്ച് അത് ധിക്കരിച്ചിരിക്കുമ്പോൾ ആ യേശു ക്രിസ്തു ഏക രക്ഷകനാണെന്ന് പറയുന്ന ആ സത്യം തന്നെ ഒരു ഇടർച്ചയുടെ പാറയായി തീരും. ഇത് മനസ്സിലാക്കണം പ്രിയപ്പെട്ട. അതുകൊണ്ടാണ് അവർക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഒന്ന് വായിക്കുക സിസ്റ്ററെ. ഒരു പാറയെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ്സ് എ വെരി കോൺട്രവേഴ്ഷ്യൽ പാറ, കോൺട്രവേഴ്ഷ്യൽ സ്റ്റോൺ ആണ്. ഒന്ന് വായിച്ചേ. 18-16. നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. ഏത് പാറമേൽ? ഈ പാറമേൽ. അതൊരു പാറയാണ്. ഓക്കെ. നരക കവാടങ്ങൾ അതിനെതിരെ ബലപ്പെടുകയില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കറിയാം, ഇവിടെ യേശു ക്രിസ്തു ഒരു പാറയെ കുറിച്ച് പറയുകയാണ്, അല്ലേ? നമ്മൾ 1 പത്രോസ് 2-ാമത്തെ അധ്യായം 7-8 വചനത്തിൽ ഒരു പാറയെ കുറിച്ച് കേട്ടു, അല്ലേ? ഒരു പാറ, ദി ക്യാപ്സ്റ്റോൺ, ദി കോർണർ സ്റ്റോൺ, ദി ചീഫ് കോർണർ സ്റ്റോണിനെ കുറിച്ച് 1 പത്രോസ് 2:7-8 കേട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. യേശു ക്രിസ്തു അവിടെ പറഞ്ഞപ്പോൾ ഒരു പാറയെ കുറിച്ച് പറയുകയാണ്. ഈ പാറമേ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും. അത് പറയുന്നതിന് മുമ്പ് യേശു ക്രിസ്തു 2-3 വചനങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു. 15 മുതൽ 17 ഒന്ന് വായിച്ചു കേൾക്കാം. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു. അപ്പോൾ മനസ്സിലാക്കണം, നേരത്തെ നമ്മൾ വായിച്ചു കേട്ടു, the stone that the builders rejected became the chief cornerstone. അതൊരു പാറയാണ്. ബാക്കി വായിച്ചേ. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. അപ്പോൾ ആ വെളിപാട് എവിടെ നിന്നാ വന്നത്? ആ പാറ, ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപാട് എവിടെ നിന്നാ വന്നത്? പത്രോസ് ആലോചിച്ച് പത്രോസിന്റെ തിയോളജിയും ഫിലോസഫിയൊക്കെ ഉപയോഗിച്ച് ഒരു തീരുമാനത്തിൽ വന്നതാണോ? അല്ല. He says, flesh and blood has not revealed this to you, but my Father who is in heaven has revealed to you who I am. ആ റെവലേഷൻ എവിടെ നിന്നാണ് വരുന്നത്? റോമർ ലേഖനം 1-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം നേരത്തെ നമ്മൾ വായിച്ചിട്ടു. In it
the righteousness of God is revealed. ഒന്ന് വായിച്ചേ, ഒന്നും കൂടെ വായിച്ചേ. അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ആ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വെളിപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവാണ് എന്നുള്ള ആ വെളിപാടിന്റെ വിശ്വസിക്കുന്ന ആ പാറയിലാണ് ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും. അതിനോടാണ് പറയുന്നത്, ദൈവം പറയുന്നത്, അങ്ങനത്തെയുള്ള ആ സഭയുടെ എതിരെ നരക കവാടങ്ങൾ പ്രബലിപ്പിക്കുകയില്ല. The gates of hell shall not prevail against that church. ഏത് ചർച്ചാണ്? Which is established on the faith received by the revelation of the word of God. The faith received by the revelation of the word of God. Because Romans 1:7 പറയുന്നുണ്ട്, in it the righteousness is revealed, the righteousness of Jesus Christ. Which will lead you from faith to faith to faith. Because the just live by faith. അങ്ങനെയുള്ള ആ വിശ്വാസത്തിന്റെ പാറയിൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കുമെന്ന്. അല്ലാതെ that is a cornerstone. That is a cornerstone. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, we have to see it in the spiritual realm. ദൈവം ഓപ്പറേറ്റ് ചെയ്യുന്നത് ആത്മീയ തലത്തിലാണ്. അല്ലാതെ നമ്മളൊരു പാറ എപ്പോഴും യേശു ക്രിസ്തുവിന് പാറയൊക്കെ സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്. ആ പാറ ഈ പറഞ്ഞ നമ്മൾ എപ്പോഴും ജഡത്തിലാണ് എല്ലാം കാണുന്നത്. You must see it in the spiritual realm. It is the rock of faith revealed from the scriptures that who Jesus is. He is the cornerstone. Who is, നേരത്തെ പറഞ്ഞില്ലേ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് അത് ഒരു അഭിമാനത്തിന് ഒരു കാര്യമാണ്. അവനെ തിരസ്കരിക്കുന്നവർക്ക് അതൊരു ഇടർച്ചയുടെ പാറയാകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു സ്ഥാപിച്ച ആ സഭയുടെ എതിരെ ഒന്നും വരികയില്ല. ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കാരണം നമുക്കറിയാം ഒരു സ്പിരിച്വൽ സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. ഒരു സ്പിരിച്വൽ സ്ട്രോങ് ഹോൾഡ്, ദാറ്റ് ഇസ് എ ബാബിലോൺ ഉണ്ട്. നമുക്കറിയാം ആ ബാബിലോണിൽ ദൈവത്തിന്റെ ജനം പോയപ്പോൾ അവര് പ്രവാസത്തിലായിരുന്നു. they were in exile, അല്ലേ? they were in exile. they had no freedom. പക്ഷെ ദൈവത്തിന്റെ വചനം അങ്ങനെ നമ്മളുടെ വിശ്വാസത്തിന്റെ എതിരെ വരുന്ന പർവ്വതങ്ങൾ അല്ല മലകളുടെ തകർക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 51-ാമത്തെ അധ്യായം 25-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, behold I am against you, O destroying mountain എന്ന് പറയുന്നത്. വായിച്ചേ, ജെറമിയ 51:25. ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്ന വിനാശ പർവ്വതമേ, ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്ന വിനാശ പർവ്വതമേ, ഞാൻ നിനക്കെതിരെ കൈനീട്ടി പാറയിടുക്കിൽ നിന്ന് നിന്നെ ഉരുട്ടിയിടും, നീ കരിഞ്ഞ പർവ്വതമാകും. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ എതിര് വരുന്ന ഏത് പർവ്വതമായാലും, നേരത്തെ നമ്മൾ വായിച്ചു കേട്ടു സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തില് എന്താണ്? ഓ സെറുബാബലിന്റെ മുമ്പിൽ, ഓ പർവ്വതമേ നീ എന്താണ്? യു വിൽ ബി മെയ്ഡ് എ പ്ലെയിൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആർക്ക് ഏത് മേഖലയിലാണ് വിടുതൽ വേണ്ടത്? നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളിൽ വരുമ്പോൾ, നിങ്ങൾ ആവസിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പൂർണ്ണ വിടുതൽ കിട്ടും. അതാണ് ഐസയ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 27-ാമത്തെ വചനത്തിൽ പറയുന്നത്, that the anointing oil shall destroy every yoke. അഭിഷേക തൈലം എല്ലാ നുകങ്ങളെയും തകർക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം വാഗ്ദാനം ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ആത്മീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ സെറുബാബൽ എന്താ ചെയ്തിരുന്നത്? സെറുബാബലിന്റെ what was his commission? what was ആ സെറുബാബലിനെ എന്തിനാണ് അയച്ചത്? എന്ത് പ്രവർത്തിക്ക് വേണ്ടി അയച്ചത്? സെറുബാബലിനെ അയച്ചത് ജെറൂസലം റീബിൽഡ് ചെയ്യുവാൻ വേണ്ടിയാണ്. അവർ ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് അവരെ തിരികെ വന്നപ്പോൾ ജെറൂസലം എല്ലാം നശിച്ചു കിടക്കുകയായിരുന്നു. അവിടെ റീബിൽഡിങ്, റിസ്റ്റോറേഷൻ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ നമ്മളുടെ ജീവിതത്തിൽ ഒരു റിസ്റ്റോറേഷൻ, ഒരു റീബിൽഡിങ് നടക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അതിൻ്റെ എതിരെ സെറുബാബലിനോട് ദൈവം വാഗ്ദാനം ചെയ്ത ആ ശക്തി, ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. ആ റിസ്റ്റോറേഷൻ, ആ റീബിൽഡിങ്ങിൽ ഏത് പർവ്വതമാണ് നിങ്ങളുടെ എതിരെ വരുന്നത്? അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ അത് ഹല്ലേലൂയ, അതൊരു നിരന്ന സ്ഥലമാകും. നിങ്ങളുടെ എതിരെ ഒന്നും വരികയില്ല എന്ന് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം 4-5 സിസ്റ്റർ വായിക്കുക. അവിടെ പറയുന്നത് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സെറുബാബലിന് കൊടുത്ത വാഗ്ദാനം, ജോഷുവ എന്ന് പറയുന്ന ആ പ്രധാന പുരോഹിതന് കൊടുത്ത വാഗ്ദാനം ഇന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ഉള്ളതാണ്. ഒന്ന് വായിച്ചേ. എങ്കിലും സെറുബാബേൽ ധൈര്യമായിരിക്കുക. ഇന്ന് ദൈവം നിങ്ങളോട് പറയുകയാണ്, ധൈര്യമായിരിക്കുക. എന്താണ് കാരണം? സൈന്യത്താലല്ല, കരബലത്താലല്ല, ദൈവത്തിന്റെ ആത്മാവിലാണ്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, നീ യു ഡോണ്ട് ഹാവ് ടു വറി. വായിക്കേ.
സെറുബാബേൽ ധൈര്യമായിരിക്കുക, യഹോസദാക്കിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷുവ ധൈര്യമായിരിക്കുക, ദേശവാസികളെ ധൈര്യം അവലംബിക്കുവിൻ. He is telling everyone, be strong, do not fear. കർത്താവ് അരുളി ചെയ്യുന്നു, പണിയുവിൻ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ ജീവിതങ്ങൾ അത് തകർന്ന നിലയിലാണെങ്കിൽ പണിയുവിൻ. By the promise in the word of God, build your lives, reconstruct, restore your lives എന്ന് പറയുകയാണ് ദൈവം. നിങ്ങൾക്കൊരു വാഗ്ദാനം. എന്തുകൊണ്ട് ഭയപ്പെടേണ്ട? ബാക്കി വായിക്കുക. പണിയുവിൻ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒന്നും കൂടെ പറഞ്ഞേ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവത്തിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ബാക്കി വായിച്ചേ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത്. ആർക്കൊക്കെ ഇവിടെ ഒരു ഈജിപ്ത് അനുഭവം ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തില്? ഹല്ലേലൂയ. അവിടെ നിന്ന് ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ അവിടെ നിന്ന് ഒരു മോചനം നൽകി ആ മോചനം അനുഭവിച്ച വ്യക്തികൾ എത്രയോ പേരുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെങ്കിൽ നിങ്ങൾ ഇത് വായിച്ചു കേൾക്കണം. വായിച്ചേ. ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്നെ എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ഭയപ്പെടേണ്ട. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ കർത്താവാണ് അരുൾ ചെയ്യുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച കർത്താവാണ് അരുൾ ചെയ്തത്. സാത്താനെയും സൃഷ്ടിച്ച കർത്താവാണ് അരുൾ ചെയ്യുന്നത്. Do not fear, for I am with you. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം ദൈവത്തിന്റെ എന്തുമാത്രം വാഗ്ദാനങ്ങളാണ് ദൈവം തരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 16-17 വചനങ്ങൾ ദൈവം പറയുന്നത്. ആ ആത്മാവ് നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, ആത്മാവില്ലാതെ യു ആർ ഡെഡ്. മരണ അവസ്ഥയിലായിരിക്കും ദൈവത്തിന് ആത്മാവില്ലെങ്കിൽ. വായിച്ചേ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു. കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ആമേൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ അത്രയും കരുതുന്ന ഒരു ദൈവമാണ്. ഒന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. He is a God who cares for you. He cares for you. നമ്മുടെ ഓരോ ആവശ്യങ്ങളും നമ്മളെല്ലാം അറിയുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. ഹൃദയം നോക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മളെപ്പോഴും നോക്കി നിൽക്കണം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം, നമ്മൾക്ക് ഗ്രഹിക്കണം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ കേൾക്കണം പ്രിയപ്പെട്ടവരെ. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ ദൈവം മോശയോട് വാഗ്ദാനം ചെയ്യണം. മോശ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി കണ്ട വ്യക്തിയാണ്. ആ മോശയിലൂടെ ദൈവം പ്രവർത്തിച്ച വ്യക്തിയാണ്. എന്നിട്ടും ദൈവം ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. എന്താണ് ഒന്ന് പറഞ്ഞേ, വായിച്ചേ. 33:14. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പോൾ കർത്താവ് എന്താണ് മോശയോട് വാഗ്ദാനം ചെയ്തത്? ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം തരികയും. ഇത് നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമുണ്ടോ? ഓരോരുത്തർക്കും ആവശ്യമുണ്ട്. കാരണം മോശ അത് കേട്ടപ്പോൾ പിന്നെയും മോശ ഒന്നും കൂടെ എന്നാ പറയുന്നത്, റീഎൻഫോഴ്സ് ചെയ്യാനായിട്ട് ആ ആവശ്യത്തെ ഒന്നും കൂടെ പറഞ്ഞ് ദൈവത്തോട് പറയുകയാണ്. എന്താണ് മോശ പറഞ്ഞു? അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംതൃപ്തനാണെന്ന് എങ്ങനെ വെളിപ്പെടും? ഓ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതം അങ്ങനെയായിരിക്കണം. അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കരുതേ. കാരണം എനിക്ക് അങ്ങില്ലാതെ എനിക്കൊന്നും ചെയ്യുവാൻ പറ്റുകയില്ല. കാരണം ദൈവത്തിൻ്റെ വചനം നേരത്തെ പറഞ്ഞത് നമ്മൾ കേട്ടതുപോലെ കരബലത്താലല്ല, സൈന്യബലത്താലല്ല, ദൈവത്തിൻ്റെ ആത്മാവിലാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ. പ്രിയപ്പെട്ടവരെ, ഏത് മേഖലയിലായിക്കോട്ടെ, നിങ്ങളുടെ ലൗകിക മേഖലയിലോ അല്ലെങ്കിൽ ആത്മീയ മേഖലയിലോ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും വിജയം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ മുറുകെ പിടിച്ചിരിക്കണം. കാരണം നമുക്കറിയാം, സങ്കീർത്തനം 119-ാമത്തെ അധ്യായം പറയുന്നത്, നിന്റെ വചനങ്ങൾ എന്താണ്? നിന്റെ വചനങ്ങൾ എൻ്റെ
പാദങ്ങൾക്കൊരു വിളക്കും പാതയ്ക്ക് ഒരു വെളിച്ചവുമാണ്, പ്രകാശവുമാണ്. യുവർ വേർഡ് ഇസ് എ ലാമ്പ് അണ്ടു മൈ ഫീറ്റ് ആൻഡ് എ ലൈറ്റ് അണ്ടു മൈ പാത്ത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല. കാരണം നമുക്കറിയാം ആ വചനത്തിൻ്റെ ആവശ്യം എന്തുമാത്രമുണ്ടെന്ന്. എഫിഷ്യൻസ് 6-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മളുടെ ആത്മീയ പോരാട്ടത്തിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ ആമറും ഡിഫെൻസിനുള്ളതാണ്, ഒഫെൻസിനായിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ദൈവത്തിൻ്റെ വചനം. ഒന്ന് വായിച്ചേ, എഫിഷ്യൻസ് 6:17. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാള് എടുക്കുകയും ചെയ്യും. പിന്നെ ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയായിരിക്കും? പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന വ്യക്തികളായിരിക്കണം. ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന വ്യക്തികളെ നമുക്കറിയാം. 1 രാജാക്കന്മാർ 19-ാമത്തെ അധ്യായം 11, 12, 13 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയായിരുന്നു? നമുക്കറിയാം, അത് കാറ്റിലില്ലായിരുന്നു, അത് ഭൂകമ്പത്തിലില്ലായിരുന്നു, അത് അഗ്നിയിലില്ലായിരുന്നു. എങ്കിലും അത് ഉണ്ടായിരുന്നു എവിടെ? there was a small silent sound. ഒന്ന് വായിച്ചേ, 1 രാജാക്കന്മാർ 19, 11 മുതൽ 13 വരെ. നീ ചെന്ന് മലയിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുക, അവിടുന്ന് അരുളി ചെയ്തു. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റു കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അതിൽ കർത്താവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ച് പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവനൊരു സ്വരം കേട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന വ്യക്തികളായിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ പറ്റുള്ളൂ. ദൈവം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കുവാൻ പറ്റുകയുള്ളൂ. സ്പെൻഡ് ടൈം ലിസണിങ് ടു ദ വേർഡ്, ലിസണിങ് ടു ജീസസ്. ഹി സ്പീക്ക് ത്രൂ യു, ഹി സ്പീക്ക് ടു യു. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, യേശു നമ്മളെ സസ്റ്റെയിൻ ചെയ്യുന്നതാണ്. നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവം നമുക്ക് ഹി ഗിവ്സ് യു മന്ന ഫോർ യുവർ ഫുഡ്, ഫോർ സബ്സ്റ്റൻസ്, ആൻഡ് ഹി ഗിവ്സ് യു വാട്ടർ ഫോർ യുവർ തേഴ്സ്റ്റ്. ഒന്ന് വായിച്ചേ. അവിടുന്ന് തന്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു. മന്നായും ദാഹജലവും തുടർന്ന് നൽകി. Understand, God will supply. You also gave your good spirit to instruct them and did not withhold your manna from their mouth, and you gave them water for their thirst. So manna, ദൈവത്തിന്റെ വചനം, വാട്ടർ, ദ ഹോളി സ്പിരിറ്റ് ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവം അത് നമ്മളെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട്, നമ്മുടെ ആത്മാവും ശരീരവും മനസ്സും എല്ലാം സസ്റ്റെയിൻ ചെയ്യാനായിട്ട്, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ ആ വചനവും ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് നമ്മളെ നിറയ്ക്കും. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ മോശയെ പോലെ പറയണം, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകരുതേ. ആ സാന്നിധ്യമാണ് നമ്മൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ട് നമ്മൾ കരുതുന്നത്.